കുഞ്ചി ഇത് നോക്ക് കുഞ്ചി, ഈ മാല കുഞ്ചിക്ക് നന്നായി ചേരും. ഇത് നോക്കിക്ക് കുഞ്ചി, ഇതും അതിനേക്കാൾ ചേരും. കുഞ്ച ഇതൊക്കെ എന്തിനാണ് ഇവര് ഇങ്ങനെ തരുന്നത്? കുഞ്ചേ, അതാണ് മാല, കഴുത്തില് ഇട്ടാള. അപ്പൊ ഇന്റെ കഴുത്തില് മാല കുറെ ഉണ്ടല്ലോ, അപ്പൊ അതോ? കുഞ്ചി ആ മാലയൊന്നും വേണ്ട, അതിങ്ങോട്ട് ഊരി വെച്ചാ. ഇപ്പൊ ഇതൊക്കെ ഇട്ടാ മതി, ഇത് ഭംഗി. കുഞ്ച ഇങ്ങോട്ട് നോക്കിയോക്ക, ഇത് നല്ല ഭംഗിയില്ലേ കാണാന്? ഇത് ഇങ്ങനെ കഴുത്തിലിട്ടാലുണ്ടല്ലോ കുഞ്ചി ഉണ്ടല്ലോ സുന്ദരിയാവും, സുന്ദരി. മനസ്സിലായി കുഞ്ചിയെ, മനസ്സിലായോ? കുഞ്ചന് എന്താ കുഞ്ചിനോട് പറഞ്ഞു കൊടുക്കാത്തത്? ഇത് ഇട്ടാൽ സുന്ദരിയാകുന്ന്. കുഞ്ച അപ്പൊ എന്റെ കഴുത്തില് കുറെ മാല ഉണ്ടല്ലോ, ഇത് അപ്പൊ ഇടേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ കുഞ്ചേ, ചെലപ്പോഴേ അതിട്ടാല് ഇജ്ജ് സുന്ദരി ആയാലോ. അപ്പൊ അതൊന്ന് ഇട്ട് നോക്കിയോക്ക. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക കുഞ്ച, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. അപ്പോൾ കുഞ്ചി പറഞ്ഞത് കേൾക്കുള്ളൂ. ഇത്ര നീരായി ഞങ്ങൾ പറയുന്നതൊന്നും ഇടാനേ. അതെ അതെ, ഇത് ചേരുന്നുണ്ടെങ്കിലേ ഇത് എടുത്താ മതിയല്ലോ, അല്ലെങ്കിൽ വേറെ മാറ്റി എടുക്കാനാണ് മാല. ആദ്യം ഇത് കുഞ്ചിയുടെ കഴുത്തിലിട്ട് നോക്കണം. ഇത് കുഞ്ചിയുടെ കഴുത്തിൽ കിട്ടിയിട്ട് ഭംഗി ഉണ്ടെങ്കിൽ ഇതന്നെ മതിയല്ലോ, അപ്പൊ വേറെ നോക്കണ്ടല്ലോ. ഇനി അതാ അവിടേക്കൊക്കെ കെട്ട്. അതാ അതിന്റെ മോൾക്കും ആ അരിക്കൊക്കെ പിടിച്ച് കെട്ടിക്കളാ. ഇത് നേരെ പിടിച്ചിരുന്ന അവിടെ വീഴാനും നിക്കണ്ട. ഞാനിപ്പോ ഇതെത്ര ചെയ്തതാ, ആദ്യമായിട്ട് ചെയ്യൊന്നല്ലല്ലോ. അല്ല എന്നാലും സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നല്ലേ പറയാ. നല്ലോണം നോക്കി ചെയ്യേ, ഒരു നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോകുകയല്ലേ. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. നിങ്ങളവിടെ മുണ്ടാതെ ഇരുന്നാ മതി. മനസ്സിലൊരു പണിയെടുക്കുമ്പോൾ തൊയ്രം തരൂലാന്ന്. അത് പിന്നെ പണി കഴിഞ്ഞാലേ പൈസ ചോദിച്ചിട്ട് ഇജ്ജ് തൊയ്രം തരൂലല്ലോ. അപ്പൊ പിന്നെ പണിയെടുക്കുമ്പോ അന്യം ഞാൻ തൊയ്രം കിടത്തണ്ടേ. നിങ്ങളൊന്നും മുണ്ടാതിരിക്കും. മനസ്സാവിടെ മനസ്സിലൊരു പണിയെടുക്കാൻ തൊയ്രം തരുന്നുണ്ടോ? ഇപ്പൊ നോക്കിയാലും ചെറുപ്പറാന്ന് പറഞ്ഞുകൊണ്ടാ. ഇവിടെ പോയാലും പിന്നാലെ വരും. എന്നിട്ട് അവിടെ കസേരട്ട് അവിടെ ഇരുന്നൂടെ? ഞാൻ കസേരട്ട് ഇരുന്നിട്ട് വേണം അനക്ക് അവിടെ സുഖമായിട്ട് ഇരിക്കാൻ, പണിയൊന്നും എടുക്കാതെ. അല്ലെങ്കിൽ തന്നെ കുഴി മടിയാനാ. പിന്നെ ഇപ്പൊ ഞാൻ പണിയെടുത്തില്ല, നിങ്ങൾ വന്ന് പണിയെടുക്കും എന്റെ പകരം. ഞാനേ അന്നെ നേരെ നോക്കിയിട്ട് പണിയെടുപ്പിച്ചിട്ടില്ലെങ്കിൽ, ഇതൊക്കെ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ ആരും കല്യാണ പണിക്ക് വിളിച്ചൂല. ഈ ഡെക്കറേഷനൊക്കെ ശരിയായാലുള്ളൂ ഇന്നെ അടുത്ത പണിക്ക് വിളിച്ചോളൂ. ഇതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്നെ വിളിച്ചാ? അതൊക്കെ എച്ചറിയാം. നിങ്ങളെ വിളിച്ചാൽ ഇച്ചും പണി ഉണ്ടാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കി ഇങ്ങോട്ടൊക്കെ തന്നെ ചെയ്യുന്നത്. ചിന്നുട്ടിയെ ഇങ്ങോട്ട് നോക്കിയോക്കാ, ഈ ഡെക്കറേഷൻ ചെയ്തൊക്കെ ശരിയാണെന്ന് നോക്കിയോക്കാ. എന്നിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറ്റം പറയരുത് കേട്ടോ. ഇജ്ജെന്താ അവിടെ ഓല് മാലിട്ട് കൊടുക്കണം നോക്കി കൊണ്ടിരിക്കുന്നത്? ഇജ്ജന്റെ പണി വേണ്ടി തീർക്കേ, ഇത് നമുക്ക് നമ്മളെ പാട്ടിലോട്ട് പോകാലോ. മനസ്സെങ്ങാളും ഉണ്ടായിരുന്നോളി. ഞാനിവിടെ പണിയെടുക്കണം നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഒരു മാലിട്ട് കൊടുക്കണം നോക്കണില്ലാന്ന്. അവിടെ വല്ല വെറ്റിയ പാത്രം ഉണ്ട് നോക്ക്, അന്ന് അത് മുറുക്കിയിട്ട് അവിടെ കസാരിട്ട് എവിടെയും പോയി കുത്തിരുന്നു. ഇതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. അനക്ക് ഇന്നെ പറഞ്ഞേക്കാൻ വലിയ അർജന്റാണ്. എന്നിട്ട് പണിയെടുക്കാതെ അവിടെ ഇരിക്കാനുള്ള അടവാന്നൊക്കെ ഇച്ച മനസ്സിലാക്കണം. ഇത് നിങ്ങൾ അവിടെ തന്നെ നിന്നോളി. ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോഴേ അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോളി. ഇന്നെ നോക്കിയിട്ട് ഇനിയിപ്പം എവിടെ തന്നെ നോക്കിയിട്ട് നിന്നിട്ട് ആ കഴുത്ത് കൊടുക്കണ്ട. ഇന്നിപ്പോ നാളെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് നടക്കേണ്ടി വരും. ഇന്റെ കഴുത്തല്ലേ ഞാൻ ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് പിന്നെ എന്താ ചെയ്തോ, ഞാൻ പറയുള്ളതൊക്കെ പറഞ്ഞിക്കണു. നിങ്ങളായി നിങ്ങളെ പാടായി. വർത്തനത്തിന് ഒരു കുറവില്ലല്ലോ. ഇജ് വേഗം പണിയൊന്നും തീർത്താ ഒലിപ്പം വരും ആൾക്കാരൊക്കെ. പിന്നെയും പാത്രത്തെ വെച്ചത് അത് തിന്നിട്ട് വരാൻ വേണ്ടി ഓന് ഇടക്ക് മുങ്ങിയതാണ് നമ്മളോടൊന്നും പറയാതെ. കുഞ്ഞപ്പോ അത് മോശമായിട്ട് ഞങ്ങളൊന്നും വിളിച്ചു പോയത്. ഇതുപോലെ സ്വർണ്ണമാല നോക്കിക്കൊണ്ട് നിൽക്കല്ലേ, അപ്പൊ പിന്നെ എന്നെ വെറുതെ ശല്യം ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. കുഞ്ചി ആ കഴുത്തൊന്ന് കാട്ട് കുഞ്ചി, ഞാൻ ഈ മാലിന്ന് എടുത്തേ. കുഞ്ചിക്ക് നാണം വരൂലേ മാല കഴുത്തില് ഇടുമ്പോ? ഇനിയിപ്പോ പറന്ന് ചാടി കയറിയിട്ടേ ആ മാവിന്റെ കൊമ്പൊന്നും പൊട്ടിച്ചണ്ട. എന്റെ മനസ്സങ്ങൾക്ക് മുണ്ടാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും തരണോ? ഒന്നും മുണ്ടാതിരിക്കാടേ. ഇനിയിപ്പോ ഞാനൊന്നും മുണ്ടണില്ല, അതാ നല്ലത്. കുഞ്ചിന്റെ കഴുത്തില് ആ മാല ഇട്ടപ്പള്ളേ നല്ല ഭംഗിണ്ട് കാണാന്, നല്ല ചേലായിക്കൊണ്ടു.
കുറി, മാല, വള, മോതിരം, പാദസരം, പിന്നെ അരയിലൊക്കെ കിട്ടും. പിന്നെ നെറ്റിമ ഉണ്ടാക്കുന്നത് മാമി, അത് പറയാൻ മറന്നോ? നെറ്റിമക്ക് വാങ്ങണ്ടേ നമുക്ക്? തലന്റെ മോളിലൊക്കെ വെക്കോ? തലന്റെ മോളില് നമുക്ക് മുല്ലപ്പൂ വെക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടാവും കുഞ്ചിനെ കാണാന്. കുഞ്ച, ഇബല് എന്തൊക്കെയാണ് പറയുന്നത്? ഇച്ചാണെങ്കിലേ ഒന്നും മനസ്സിലാവുന്നില്ല. കുഞ്ചിന് എന്തെങ്കിലും മനസ്സിലായോ? കുഞ്ചേ, ഓല് എന്തച്ച കാട്ടട്ടെ. ഓല് മാല കുഞ്ചിന്റെ കഴുത്തില് ഇട്ടപ്പല്ലേ കുഞ്ചി നല്ല സുന്ദരി ആയിക്കുന്നു. അപ്പൊ കുഞ്ചിനെ നല്ല സുന്ദരി ഓല് ആക്കിക്കൊള്ളും. കുഞ്ച, നമ്മളെ ആൾക്കാര് കണ്ടാലേ കുഞ്ചിനെ കണ്ടാല് തിരിച്ചറിയോ? എടി മീനു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ കാലൊക്കെ വെറുത്താവുന്ന എന്തെടി? എടി ചക്കി, എന്താ മീനു? ആ, ഇപ്പൊ കൊഴപ്പില്ല. ഞാനും വിചാരിച്ച് ഈ ജോലി പോലെ തന്നെ വർത്താനം പറയുന്നത്. അത് പിന്നെ ഇവിടെ ഒളിഞ്ഞിരുന്നിട്ട് കുറെ നേരമായി ഓലെ വർത്താനം കേൾക്കണു. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആയി പോയതാ. ഹോ, ഞാനും പേടിച്ചു. അല്ല മീനു, നമ്മള് ഓൾക്ക് എന്ത് പണി കൊടുക്കാൻ പോണത്? ഇത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കണു. ഇത് കാലൊക്കെ വീർത്താവണോ? ഇതൊന്ന് സെബൂറാഗടി പെണ്ണേ, ഇന്നാലേ നടക്കുള്ളൂ. ഓല് എന്താ കാട്ടണ് നോക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി പരിപാടി. എത്ര നേരായി മീനു ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണു. ഞാൻ വീട്ടിൽ പോകാണ്. എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓൾക്ക് പണി കൊടുക്കണ്ടേ? പറയ്, എന്റെ വിശപ്പാണ് എനിക്ക് വലുത്, അത് ഓൾക്ക് പണി കൊടുക്കാൻ വലുത്? വേഗം പറ. ആ, അത് പിന്നെ ഓൾക്ക് പണി കൊടുത്താൽ മതി. ആ, ഇന്ന് പിന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് മിണ്ടാതിരിക്ക്. ഓൾ എന്ത് പറയുന്നത് നോക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് തീരുമാനിച്ചാ അതൊക്കെ. അങ്ങനെ തന്നെ ചെയ്യാം. കഴിഞ്ഞില്ലേ? ഇജ്ജ് അതിന്റെ മോളിൽ തന്നെ നിങ്ങൾ കുത്തിരിക്കാണ്. ഇനി താഴത്ത് ഇറങ്ങിയിട്ട് താഴത്ത് കൂടി മണിയുണ്ടെന്ന്. അതിന്റെ മോള് മാത്രല്ലേ. ഓ, ഒന്നും മിണ്ടാതിരിക്കേ. ഇതിന്റെ മോൾക്ക് നേരങ്ങത്തിൽ ചെയ്താലല്ലോ, അല്ലെങ്കിൽ ഒക്കെപ്പാട് തലമുറ കൂടെ കൊഴിഞ്ഞു പോകൂലേ. അപ്പോഴും ഇന്നെ വിളിച്ചോളും, ഇന്നെ കുറ്റം പറഞ്ഞോളൂ ഞാൻ ചെയ്തത് ശരിയായില്ലാന്ന്. ആ, അത് പിന്നെ ഇജ്ജ് ചെയ്തത് ശരിയായില്ലെങ്കിൽ പിന്നെ അന്നെ തന്നെയല്ലേ പറയാ. എന്നാലും മിണ്ടാതിരിക്കേ. ഇച്ചൊന്ന് കുറച്ചു നേരം സമാധാനം തരും. ഇനിയിപ്പോ മരത്തുമക്കളോടെ ഒക്കെ തോന്നി പിടിച്ചാൽ കേറി പോകുമോ? എന്നാലും മണിയില്ല, നിങ്ങളെത്തുന്നൊന്ന് കഴിച്ചിലാകായിരുന്നു. കുഞ്ച, ഈ മാല ഇച്ച് ഇഷ്ടായിട്ടില്ല. നമ്മളെ മാലയെന്നില്ലേ രസം? കുഞ്ച പറയ്, ഈ മാലക്കേട്ട് സൂപ്പർ ആയിട്ടില്ലേ? കുഞ്ചേ, ഞാൻ സത്യം പറയട്ടെ, ഈ മാലട്ടപ്പുണ്ടല്ലോ കുഞ്ചിനെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. അങ്ങനെ ഒരു പറഞ്ഞെടുക്കും കുഞ്ഞാപ്പൂ. ഒരു കണ്ണാടി എടുത്തിട്ട് വാ, കുഞ്ചിക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ എടുത്തിട്ട് വരാം. ഇന്നെ വരണേ. ഇനി ബിരിയാണി നിന്നാണ് അവിടെ നിൽക്കരുത് കേട്ടോ. തമാശ പറഞ്ഞപ്പോ ചിന്നോ, ഞാൻ എപ്പ എടുത്തിട്ട് വരാം. കുഞ്ച, ഇനി കൈക്ക് വള ഇക്കണ്ട്. കുഞ്ചിന് കൈയിട്ട വളയൊക്കെ ഊരിയൊക്കെ ഉണ്ട്. ഇന്നല്ലേ ഞങ്ങൾ വാങ്ങിയ വള ഇടാൻ പറ്റുള്ളൂ. കുഞ്ചിയെ, നല്ല സുന്ദരി ആയിക്കണു ഓല മാല ഇട്ടപ്പോ. ഇനി കജ്ജമ്മക്ക് വളയൊക്കെ ഇട്ടള. നല്ല സുന്ദരി ആയിക്കണു. കുഞ്ച, മാല കഴുത്തില് ഇട്ടപ്പല്ലേ കുഞ്ചിക്ക് നല്ലോണം നാണം വരുന്നുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ആയിക്കണോ? ഇനി പട്ടുസാരി ഇടണം. എന്തൊക്കെ പരിപാടി ഉണ്ട്. കയ്യിൽ മൈലാഞ്ചിക്കണ്ടേ? കുഞ്ഞാപ്പേ കണ്ണാടി കൊണ്ടിട്ടേ കുഞ്ചിന്റെ മുഖം നോക്കി നോക്ക്, ഇങ്ങനെ ഉണ്ടെന്ന്. കുഞ്ചി കണ്ട നെട്ടും. അല്ലേ കുഞ്ച? പിന്നല്ല, കുഞ്ചി സുന്ദരി ആയത് നോക്കിയോക്ക്. കുഞ്ച, കണ്ണാടി പറഞ്ഞാലേ എന്താണ് സാധനം? ഇതൊന്നും മനസ്സിലായില്ല കുഞ്ച. അത് പിന്നെ കുഞ്ചിയെ, ഞാനും കേട്ടിട്ടൊന്നുമില്ല അതെന്താണെന്ന്. ഓല് കൊടുന്നിട്ട് നമ്മക്ക് നോക്കാന്ന്. കുഞ്ചിക്ക് നല്ലോണം നാണം വരുന്നുണ്ട് ട്ടോ തക്കിടുവാവേ. എടി, ഇവറ്റയുടെ പ്ലാൻ എന്താ? അതെടി, അവറ്റക്ക് കണ്ണാടി എന്താന്നൊന്നും അറിയില്ല. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടേ കുഞ്ഞാപ്പ എടുക്കാൻ പോയിക്കാണ്. കണ്ണാടിയിൽ നോക്കൂലേ ഓല്? അപ്പൊ ഓല് മുഖത്തേക്ക് എങ്ങനെ പൗഡറൊക്കെ ഇടുക? അതൊന്നും അറിയില്ല. ഇതത് ഓലോടൊന്ന് ചോദിച്ചോക്ക്, അതാവും നല്ലത്. ഇത് കയ്യോ, ഇന്ന് താഴത്ത് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നേ. മോളില് മാത്രം കുത്തിരിക്കൊച്ച്. നിങ്ങളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ, അവിടെ എവിടെയെങ്കിലും ഭാഗത്ത് പോയി കുത്തിരുന്നോളിന്ന്. ഞാൻ ചെയ്തോണ്ട് ഇതൊക്കെ. ഇതിലൊന്നും ആരും ഇടപെടണ്ട. ഇതൊക്കെ ഞാൻ ഇന്നൊന്നും ചെയ്യലെടുത്തിട്ടൊന്നുമല്ല. കുറെ കാലയിക്കൊണ്ട് ചെയ്യലെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പണി പറ്റില്ലെങ്കിലേ നിങ്ങളുടെ പിരിച്ചങ്ങോട്ട് വിട്ടളിയും. അല്ലാതെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചറുപൊന്നനെ കാര്യമില്ല ചെയ്യാ. ഐ, ഞാനൊരു തമാശ പറഞ്ഞതില്ലേ, എനിക്ക് തമാശയും കാര്യം മനസ്സിലാവില്ലേ? എന്ത് മനസ്സിലാജ്?
നിനക്ക് തമാശയും പറഞ്ഞും കൊണ്ട് അവിടെ കുത്തിരുന്നാ മതി. ഞാൻ ഇതിന്റെ മോളിൽ കടന്നിട്ടേ പേടാപ്പാട് പേടുകയാണെന്ന്. നിർത്തി, ഞാൻ നിർത്തി. ഇതാണ്ട് സൗകര്യം പോലെ ചെയ്തിട്ട് പോര്. കിട്ടിപ്പോയി. ആ, കണ്ണാടി വന്നേ, കണ്ണാടി വന്നു, കണ്ണാടി വന്നു. ഇങ്ങോട്ട് കുഞ്ചിക്ക് ഇങ്ങോട്ട് കൊടുക്ക് കുഞ്ഞാപ്പോ, കൊടുക്ക്. ഇതാ നല്ലോണം നോക്ക് കുഞ്ചി, സുന്ദരിയായിക്കോണോന്ന്. കുഞ്ചാ, ഇത് നോക്ക് കുഞ്ചാ. ഒരു പെണ്ണ് ഇതിലേ പല്ലൊക്കെ കാട്ടിട്ട് ചിരിച്ചു നിൽക്കുന്നു. അതാണ് കണ്ണാടി. കുഞ്ചി, അത് കുഞ്ചി തന്നെയാണ്, അല്ലാതെ അത് വേറെ പെണ്ണൊന്നല്ല. ഞാനാണോ ഈ പല്ലൊക്കെ കാട്ടിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്നത്? അപ്പൊ ഞാൻ ഇവിടെ നിൽക്കല്ലേ? അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് എപ്പോഴാ കേറിയത്? കുഞ്ചി, അത് കുഞ്ചി തന്നെയാണ് കുഞ്ചി. കുഞ്ചിന്റെ മുഖാണ് കണ്ണാടിയിൽ കാണുന്നത്. കുഞ്ചിയെ, എന്തിനാണ് ഇജിങ്ങനെ ചിരിച്ചിരുന്നത്? എന്താണ് കാര്യം എന്ന് പറയേ. കുഞ്ചിയെ, എന്തിനാണ് ഇങ്ങനെ ചിരിച്ചിരുന്നത്? ഒന്ന് പറിച്ചിൻ കുഞ്ചിയെ, എന്നാല് കുഞ്ചേനും ചിരിച്ചാലോ. കുഞ്ചി, അത് കുഞ്ചിന്റെ മുഖാണ് കുഞ്ചി കാണുന്നത്. ഇങ്ങോട്ട് നോക്കാം, ഞാനാ കണ്ണാടി പിടിച്ചപ്പോ ഇന്നെ കാണും. കുഞ്ചൻ പിടിച്ചാല് കുഞ്ചനെ കാണും. കുഞ്ചാ, കുഞ്ചനൊന്ന് വന്നോക്ക് കുഞ്ചാ, ഇതില് കാണുന്ന പെണ്ണിനെ. കുഞ്ചെ, ഞാനിതാ വരുന്നു. ഞാനൊന്ന് നോക്കട്ടെ കണ്ണാടിയിട്ട പെണ്ണിനെ. കുഞ്ചന്റെയും കുഞ്ചിയുടെ ഒരു കാര്യം. കുഞ്ചാ, ഒന്നിങ്ങട്ട് വന്ന് നോക്ക് കുഞ്ചാ, അവിടെ നിക്കാതെ. എവിടെ കുഞ്ചെ പെണ്ണ് നിക്കുന്നത്? അതില് ഒരു ആണ് നിക്കുന്ന ഉണ്ടല്ലോ. എന്റെ കുഞ്ചാ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടാളും കണ്ണാടി നോക്കുമ്പോ നിങ്ങൾ രണ്ടാളും മുഖാണ് അതിൽ കാണുന്നത്, അല്ലാതെ വേറെ ആണും പെണ്ണും അല്ലാതെ. അപ്പൊ കുഞ്ചന്റെ മുഖാണോ കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നത്? ആണ് കുഞ്ചാ, കുഞ്ചനും കുഞ്ചിയാണ് കണ്ണാടിയിൽ ഇപ്പൊ നിൽക്കുന്നത്. കുഞ്ചാ, കുഞ്ചാ, ഇത് നല്ലോണം നാണം വരുന്നുണ്ട് കുഞ്ചാ. ഞാനേ മൂപ്പത്തിനെ വെച്ചിട്ടൊന്ന് കാണിച്ച് കൊടുക്കട്ടെ ഞങ്ങളെ കണ്ണാടിയിൽ കാണുന്നത്. അമ്മേ, അമ്മേ, ദാ അമ്മേനെ കുഞ്ചി വിളിക്കണോ? എവിടേക്കപ്പ ഈ അമ്മ പോയത്? കുഞ്ചിക്കപ്പ ഇനി അമ്മ പറഞ്ഞാല് വിശ്വാസാവുള്ളൂ. നമ്മളൊന്നും പറഞ്ഞ വിശ്വാസാവൂലാവോ? എന്തിനാ തക്കുടു ബാബേ ഇവിടെ കാർന്നിട്ട് ഇങ്ങനെ ഒച്ച ഇടുന്നത്? അമ്മ, അമ്മ, ഒന്ന് വന്ന് നോക്കമ്മ. ഈ കുഞ്ചിനും കുഞ്ചിന്റെ ഒരു കാര്യം എന്താണ്? ഞാൻ ഇങ്ങക്കൊക്കെ കഴിക്കാനായിട്ട് അവിടെ ഉണ്ടാക്കണേ, എന്തെങ്കിലുമൊക്കെ തിന്നാന് വേണ്ടേ? അതല്ലെന്ന്, കുഞ്ചനും കുഞ്ചും നാട്ടിന് കണ്ടോ? അത് കാണിച്ചു തരാനാണ് തക്കുടു ബാബ വിളിച്ചത്. അമ്മ, കുഞ്ചിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും വിശ്വാസാവണില്ല അമ്മ. എന്താണ്? മൂപ്പത്തിയെ, ഇവിടെ ഒന്ന് വന്നോക്ക. ഞങ്ങള് രണ്ടാളും ഇതാ ഈ കണ്ണാടിയിൽ ഇങ്ങനെ നിക്കണു. അത് ശരി, അതപ്പോ കാര്യം. ഈ അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ഇനിയിപ്പോ മൂപ്പനെ എല്ലാരും വിളിച്ചും കൊണ്ട് വരുമ്പോ ഓലിക്കൊക്കെ ഭക്ഷണം റെഡിയാക്കണ്ടേ? അത് വേണ്ടിരമ്മ, ആ വലിയ കലത്തിൽ തന്നെ ചോറ് വെച്ചോ. അച്ഛനെ അവിടെ എല്ലാരും വിളിച്ചിട്ട് വരും. അച്ഛനല്ലേ പോയിക്കണത്? അതിനിങ്ങനെ മനസ്സിന് അടുക്കളയിൽ പണിയെടുക്കാൻ തൊഴിലുണ്ടോ? അപ്പൊ ഇങ്ങനെ വിളിച്ചല്ലേ? അപ്പൊ പാത്തോത്തിയൊന്നുമില്ല അവിടെ? പാത്തോത്തി അമ്മയൊന്നും വന്നിട്ടില്ലേ? പാത്തുണ്ട്, രമ്മുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ എന്നാലും കഴിയണ്ടേ? ഒന്നും രണ്ടാൾക്കൊന്നും പോരല്ലോ. കുറെ ആൾക്കാർ വരൂലേ അവിടുന്ന്? മൂപ്പത്തിയെ, ഇവിടെ ഒന്ന് വന്നിട്ട് പോയോക്ക. മൂപ്പത്തിനെ കാണുന്നുണ്ടോ നോക്ക് ഇതില്. നിങ്ങൾ നോക്കിയാ മതി, ഞാൻ അതൊക്കെ നോക്കിയതാ. ഞാൻ കണ്ടുകൊടുന്ന കണ്ണാടിയില് നിങ്ങൾ രണ്ടാളും നോക്കിയിട്ടിരിക്കാടെ. ഞാനിപ്പോ അവിടെ കണ്ണാടിയിൽ നോക്കി ഇങ്ങോട്ട് കുത്തിരുന്നാലേ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കണ്ടേ? മൂപ്പന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ? മൂപ്പന് വന്നാലേ ആളുണ്ടെന്നൊന്നും നോക്കൂല. ആദ്യം തിന്നേണ്ടത് മൂപ്പനാക്കാരം. മൂപ്പന്റെ കഴിഞ്ഞിട്ടുള്ള ആർക്കും കിട്ടുള്ളൂ. ആ, അതമ്മ പറഞ്ഞത് ശരിയാണ്. അച്ഛന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമുള്ള കുഞ്ചാ. തക്കുടുവാവേ, വേണ്ടട്ടോ, അച്ഛൻ ഇപ്പൊ കേട്ടുകൊണ്ട് വരുവേ. അച്ഛനെ ഈ കല്യാണം കെജ്ജനവരിന്ന് ചീത്തൊന്നും പറയില്ലമ്മ. അമ്മ പേടിച്ചണ്ട. കുഞ്ചാ, നമ്മക്ക്
ഇച്ച് കണ്ണാടി മാറ്റിയേക്കണു ഇന്ന തക്കിട്ട് പവേ ഈ കണ്ണാടി കൊണ്ടുപോയി വെച്ചല്ല